വണ്ടി പോലെ അതിലെ വരുന്നില്ല. ഞങ്ങൾക്ക് ആശുപത്രി പോകാനാലും അങ്ങോട്ട് വന്നിട്ട് ഇറങ്ങാനൊന്നും ഞങ്ങൾക്കൊരു വണ്ടിയും വെള്ളവും ഇല്ല. ഞങ്ങളെ പിടിച്ചു വലിച്ചു വേണം അവരെടുത്തോണ്ട് പോകേണ്ടത്. അതുകൊണ്ട് ഞങ്ങളുടെ വഴിയൊക്കെ ഞങ്ങൾക്ക് ശരിയാക്കി തരണേ പൊന്നു സാർമാരെ. വിളക്കുടി ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡായ കാവുവിള മുട്ടോട്ട് ഭാഗത്തെ 8ഓളം കുടുംബങ്ങൾക്ക് ഏക ആശ്രയമായ പൊതുവഴി സഞ്ചാരയോഗ്യമല്ലാതായിട്ട് വർഷങ്ങൾ പിന്നിടുന്നു. 10 വർഷമായി ഇത് സജീവം പറഞ്ഞ മെമ്പറോട് കൂടി ഞങ്ങൾ സ്വന്തം കാശിന് അത് ഞങ്ങൾ സ്വന്തമായിട്ട് പണയം വെച്ചാണ് ഈ റോഡ് ഇടിക്കാൻ JCBക്ക് പൈസ കൊടുത്തത്. പിന്നെ അന്ന് ഇവരെല്ലാം മെമ്പർമാരും സഖാക്കളും എല്ലാം ഞങ്ങളോട് കൂടി ആ റോഡ് വന്നതിന് ശേഷം ഞങ്ങൾ ഉടനെ ഇത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. പിന്നെ ആ ഒരു 5 വർഷം കഴിഞ്ഞ് അടുത്ത 5 വർഷം കഴിഞ്ഞിട്ട് അടുത്ത മെമ്പർ കയറി പിന്നെ സജീവ മെമ്പർ ഇരുന്നപ്പം ഒന്ന് കെട്ടിത്തന്നു. പിന്നെ മണ്ണിട്ടില്ല. നാട്ടുകാരെ ഞങ്ങൾക്ക് ഒരു വീട് വിളിക്കുമ്പോൾ അവർ ഞങ്ങൾ പൈസ ഇല്ലാതുകൊണ്ട് അവരോട് പറഞ്ഞ് അവർ കൊണ്ടിടും. ആ മണ്ണ് ഞങ്ങൾ രണ്ടുപേരെ 2-3 പേരെ വീട്ടുകാർ അവിടെ തരുന്നത്. വേറെ ആരും വരികയില്ല. ഈ വലിയ വയ്യാത്ത വല്യമ്മമാരാന്ന് അതുകൊണ്ട് വെക്കുക. പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ MLA ഒരു മെമ്പറിനെ ഞങ്ങൾ എഴുതി ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുത്ത് അതിൻ്റെ ഒരു കാര്യം വന്നില്ല. ഈ കഴിഞ്ഞ ഒരു 5 വർഷത്തിന് മുമ്പിട്ട് 5 വർഷം കഴിഞ്ഞ ശേഷം ബ്ലോക്കിൽ നിന്ന് ഇതാ വരുന്നെന്ന് പറഞ്ഞിട്ട് 3 ട്രിപ്പ് അവർ ഇവിടുന്ന് അളന്നുകൊണ്ട് പോയി. ഉടനെ ഉണ്ടെന്ന് പറഞ്ഞു. ഇതുവരെ അവർ വന്നിട്ടില്ല. നിരവധി തവണ MLA ഉൾപ്പെടെ ജനപ്രതിനിധികൾക്ക് പരാതി കൊടുത്തെങ്കിലും നടപടി ഉണ്ടായില്ല. എന്നെ ഇവിടെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നിട്ട് 21 വർഷമായി. ഇത്രയും വർഷത്തിനകം ഞങ്ങൾ ഈ തൂട്ടുവരമ്പ് പോലൊരു വഴി കൂടെ ഇത്രയും വർഷം നടന്നുകൊണ്ടിരുന്നത്. അതായത് സജീവ് ഒരുപാട് മെമ്പർമാർ മാറി വന്ന മെമ്പർമാരടുത്തെല്ലാം ഞങ്ങൾക്കൊരു നടപ്പാതെങ്കിലും ആക്കി തരണം എന്ന് പറഞ്ഞിട്ട് ആരും ഇത് ഒന്നും ചെവി കൊണ്ടില്ലായിരുന്നു. പിന്നെ സജീവ് മെമ്പറായിട്ട് വന്ന സമയത്ത് ഞങ്ങൾക്ക് ഇത്രയും റോഡ് എല്ലാവരും എതിർത്തിട്ടും എല്ലാവരുടെയും സമ്മതം വാങ്ങിച്ചു തന്ന് ഞങ്ങൾക്ക് വഴി ഒപ്പിച്ചു തന്നത്. പിന്നെ ഇത്രയും ആക്കി സൈഡും കിട്ടി തന്നെങ്കിലും ഞങ്ങൾക്ക് നടക്കാൻ പറ്റാത്തൊരു ഇതിൽ കിടക്കുക. മഴ ഇത് ഞങ്ങൾക്ക് ഒട്ടും നടക്കും. ഞങ്ങൾ ഈ തോട്ടത്തിൽ കൂടെ ഇറങ്ങിയാ വരുന്നത്. ഇതിനും എന്ന് പറയുന്ന സാവും കൂടെ ചേർന്ന ഞങ്ങൾക്ക് ഇത്രയെങ്കിലും ആക്കി തന്നത്. അവർ ഒരുപാട് ഇതിനു വേണ്ടി ബുദ്ധിമുട്ടുകയും ചെയ്തു. പക്ഷെ ഞങ്ങൾക്ക് കോൺക്രീറ്റ് തന്നെ എല്ലാം റെഡി ആയെന്ന് പറഞ്ഞ് കഴിഞ്ഞ ഓണത്തിന് മുമ്പ് ബ്ലോക്കിൽ നിന്ന് വന്ന അളന്നൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടും ഇപ്പൊ ഈ ഒരു വർഷം കൊണ്ട് ദാണ്ട് ഇപ്പൊ ഉടനെ ഉണ്ടെന്ന് പറയുന്നതല്ലാതെ ഇതുവരെ ഞങ്ങൾക്ക് കോൺക്രീറ്റിനുള്ള നടപടികളൊന്നും മേലെ നിന്നുള്ള ഒന്നും വരുന്നില്ല. ഞങ്ങൾ MLA പോയി കാണുകയും MLA സാറിനെ പോയി കാണുകയൊക്കെ ചെയ്തതാ. ഈ റോഡിന് വേണ്ടി ഒന്നാമത് നടന്ന് കഷ്ടപ്പെട്ടത് എന്റെ ഭർത്താവിന്റെ ചേട്ടൻ സുരേൺ. ആ അണ്ണൻ അറ്റാക്ക് വന്ന് മരിച്ചിട്ട് ഇവിടെ പെരുമഴ ഞങ്ങൾ ചെമന്ന അവിടെ ഇത്രയും പേരും കൂടെ കൊണ്ടുവരും വീട് ആ മലയുടെ മണ്ട വരെ. എന്നിട്ട് ഈ ഇത്രയും നാളായിട്ട് ഞങ്ങൾ എല്ലാവരുടെ അടുത്തും അപേക്ഷിച്ചിട്ട് ആരും ഞങ്ങൾക്ക് വേണ്ടി ആരും ഇതുവരെ ഒന്നും നടപടിയും സ്വീകരിക്കുന്നില്ല. മുൻ വാർഡ് പ്രതിനിധിയുടെ ശ്രമഫലമായി റോഡിന്റെ സൈഡ് കെട്ടി നിർമ്മാണം ആരംഭിച്ചെങ്കിലും പണികൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി ആളുകൾക്ക് ഏക ആശ്രയമായ പാതയാണ് തകർന്നു കിടക്കുന്നത്. ഞാൻ ചെമ്മ സ്കൂളിലാണ് പഠിക്കുന്നത്. ഞങ്ങൾ വൈകിട്ടും രാവിലെ എല്ലാം ഇതുവരെ പോകുന്നത്. ഞങ്ങൾക്ക് നേരെ നടക്കാനൊന്നും പറ്റുന്നില്ല. പ്രായമായവർക്ക് ആശുപത്രിയിൽ പോകുന്നതിനോ മറ്റാവശ്യങ്ങൾക്കോ വാഹനം വിളിച്ചാൽ റോഡ് തകർന്നത് മൂലം നിലവിൽ വാഹനങ്ങൾ വരാത്ത അവസ്ഥയാണ്. ഇതുമൂലം രോഗികളെ ചുമന്നുകൊണ്ടു പോകേണ്ട അവസ്ഥയാണിവിടെ. എത്രയും പെട്ടെന്ന് റോഡ് ശരിയാക്കി സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഞാൻ ജനിച്ചപ്പോൾ മുതൽ ഇതിനേക്കാളും പ്രശ്നമായിട്ട് കിടന്ന ഒരു റോഡായിരുന്നു ഇത്. ഞാൻ ജനിച്ചപ്പോൾ മുതൽ കാണാൻ തുടങ്ങിയതാണ് ഇത്. ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് ഒരു വണ്ടി വരാനുള്ള അവസ്ഥ പോലും ഇപ്പോൾ ഇല്ല. വരുവാണെങ്കിൽ തന്നെ ഞങ്ങളുടെ റൂട്ടിലോട്ട് ഞങ്ങളുടെ സ്ഥലത്തോട്ട് എന്തെങ്കിലും സാധനം മേടിച്ച് ഞങ്ങൾക്ക് അങ്ങോട്ടാണ് ചെല്ലണ്ടേ. ഞങ്ങളുടെ സ്ഥലം ഇതാന്ന് പറഞ്ഞാൽ പോലും ഓട്ടോക്കാർ പറയില്ല ഞങ്ങളുടെ വണ്ടി അങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല, അവരുടെ വണ്ടിക്ക് പ്രശ്നമാവും, അതാവും ഇതാവും എന്നും പറഞ്ഞ് അങ്ങോട്ട് വരാറില്ല. ഞങ്ങൾ മാക്സിമം ഞങ്ങളുടെ സാധനങ്ങളൊക്കെ മേടിച്ച് ഇവിടം വരെ വണ്ടിയിൽ വരത്തുള്ളൂ. ബാക്കി ഞങ്ങൾ ചുമക്കുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ അതും കാണത്തില്ല. പിന്നെ ഇപ്പം ഇതുപോലെ പറഞ്ഞ പോലെ എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ പോലും നേരെ ചൊവ്വ ഞങ്ങൾക്ക് ഇതുവഴി കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ആൾക്കാർക്ക് വരാനോ എടുക്കാനോ ഒന്നും പറ്റിയില്ല. എൻ്റെ ഒരു അനിയത്തി മരിച്ചപ്പോഴും അവസ്ഥ അതുപോലായിരുന്നു. അവളെ നേരെ ചൊവ്വ ഞങ്ങൾക്ക് പെട്ടെന്ന് ഒരു സമയത്ത് ആശുപത്രി കൊണ്ടുപോകാൻ പോലും പറ്റില്ല. അന്നേരം വണ്ടിയുടെ പ്രശ്നങ്ങളും ഈ ഒരു റോഡിന്റെ ആ ഒരു അവസ്ഥയും അപ്പൊ വണ്ടി പോകാൻ വേണ്ടി ലേറ്റ് ആവുക എടുക്കുക അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ വയ്യാത്തവരുണ്ട്. ഞങ്ങൾക്ക് 2 അമ്മൂമ്മമാരുണ്ട്. അവർക്ക് 2 പേർക്കും ഇതിലൂടെ നടന്നു പോകാനുള്ള അവസ്ഥ പോലും വളരെ ദുഷ്കരമായിട്ടുള്ളതാണ്. പിന്നെന്താ അത് മാത്രമല്ല ഇപ്പം ഞങ്ങളുടെ ഇങ്ങോട്ട് ആൾതാമസം ഇല്ലാന്നും വിചാരിച്ചും റോഡ് ഇങ്ങനെ കിടക്കുന്നുണ്ടും പെട്ടെന്ന് പുറത്തുനിന്നുള്ളവർ വിചാരിക്കും അങ്ങോട്ട് വലിയ ആൾതാമസം ഒന്നും ഇല്ലാന്ന്. അതുകൊണ്ട് അതിന്റെ പേരിൽ ഇവിടുന്ന് പുറത്തുനിന്നുള്ളവർ ഓരോ ചീത്ത രീതിയിലുള്ള ഇപ്പം മദ്യപാനവും കാര്യങ്ങളോ അതിൻ്റെയൊക്കെ രീതി പോലും ഇവിടെ ഓരോരുത്തരും നിൽക്കുകയൊക്കെ ചെയ്യും.
അപ്പൊ അതിന്റെ രീതി നോക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഈ റോഡൊന്നും ആയി കിട്ടിയ പുറത്തുനിന്ന് വരുന്നവർക്ക് മനസ്സിലാവും അങ്ങോട്ട് ആളും താമസം ഉള്ളതാണ്, അപ്പൊ അങ്ങനെയൊന്നും ചെയ്യരുത്. പിന്നെ വണ്ടികൾക്കായാലും എപ്പോ വേണമെങ്കിലും വരാനും, ഞങ്ങൾക്കായാലും ഞങ്ങൾ ഇവിടെ കൂടുതലും ഞങ്ങൾ പെൺകുട്ടികളാണുള്ളത്, അപ്പം ഞങ്ങൾക്കായാലും പെട്ടെന്ന് ഒരു പഠിത്തക്കാര്യത്തിനായാലും പോയിട്ടൊന്ന് ലേറ്റ് ആയി, അപ്പൊ വരാൻ ഞങ്ങൾക്ക് വേണമെങ്കിൽ വിളക്കുടിയിൽ നിന്ന് ഇങ്ങോട്ട് ഓട്ടോ വിളിച്ചു വരാൻ ഞങ്ങൾക്ക് അന്നേരം എളുപ്പമാണ്. അപ്പം ഞങ്ങളുടെ രക്ഷിതാക്കൾക്കും ഞങ്ങളെ കുറിച്ചായാലും പേടിക്കേണ്ട അവസ്ഥ വരുന്നില്ല. അല്ലാത്ത പക്ഷം പഞ്ചായത്ത് പടിക്കൽ സമരം, വോട്ട് ബഹിഷ്കരണം തുടങ്ങിയ നടപടികൾ എടുക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, കുന്നിക്കോട്. ഈ വർഷത്തെ ഓണത്തെ വരവേൽക്കാൻ നമ്മുടെ വീടിനകത്തും പുറത്തും വ്യത്യസ്തമായ നവീനവുമായ ചെടികൾ കൊണ്ട് അലങ്കരിച്ചാലോ? അതോടൊപ്പം വർണ്ണശബലവും ഉയർന്ന ഗുണനിലവാരവുമുള്ള ചെടിച്ചട്ടികളും പൂന്തോട്ട സാമഗ്രികളും ആകർഷകമായ വിലക്കുറവിൽ ജോ ഗാർഡൻസ് കുന്നിക്കോട് നിങ്ങൾക്കായി ഒരുക്കുന്നു. കൂടാതെ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ശേഖരവും എല്ലാവിധ സ്കൂൾ സ്റ്റേഷനറി സാധനങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ഏവർക്കും ജോ ഗാർഡൻ ആൻഡ് കോസ്മെറ്റിക്സിന്റെ സന്തോഷം നിറഞ്ഞ ഓണാശംസകൾ.